നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സെമി സിൽക്ക് സാരി കാണാം. ഒരു സോഫ്റ്റ് സിൽക്ക് സാരി, ടസറിൻ്റെ സെമി ടസർ സാരി. പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, കാണിക്കുമ്പോൾ ഒത്തിരി ഇല്ല, എന്നാലും ഒരു 2-3 ടൈപ്പ്. ആദ്യം നമുക്ക് സോഫ്റ്റ് സിൽക്ക് സാരി കാണിക്കാവേ. ഇപ്പം ഫങ്ഷനുകൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് സിൽക്ക് സാരികൾക്ക് ആവശ്യക്കാരേറെയാണ്. ഇത് നമ്മുടെ ഉണ്ടോ, ഇതാണ് സാരി. ഇതിപ്പോൾ വന്നിട്ട് ഇങ്ങനെ ബോർഡറുണ്ട്. ഇങ്ങനെ ഒരു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഞ്ഞയും പച്ചയും കളറ് സാരി കോമ്പിനേഷൻ സാരി കാണിച്ചായിരുന്നല്ലോ. അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ സോഫ്റ്റാണ്. ഒരു കുറച്ചും കൂടി നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. നമുക്ക് ഇപ്പം 50 രൂപ കൂടുന്നുണ്ടെങ്കിലും 100 രൂപ കൂടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ കാണും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ, ഇതെല്ലാം വീവിങ്ങാണ്. ഇങ്ങനെ സ്ക്വയർ, അതായത് ബോഡിയിൽ ഡിസൈൻ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡൽ. ഇതിങ്ങനെ ഡിസൈൻ മഞ്ഞയും പച്ചയുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പോയിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ്, ഡാർക്ക് ഷെയ്ഡാണ്. മസ്റ്റാർഡ് യെല്ലോയുമായിട്ട് സാമ്യമുണ്ട്, പക്ഷേ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. ബോർഡർ വരുമ്പോൾ ബോർഡറിൽ ഈ ഒരു ഇവിടം വരുമ്പോഴും ആ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പം ഇച്ചിരി കൂടി തെളിഞ്ഞ ഒരു മാംഗോ യെല്ലോയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സ്ക്വയർ പോകുന്നത്. ബോഡിയിലും അങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ ഉണ്ട്. നല്ലൊരു എടുപ്പ് തോന്നുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസ് പച്ച അല്ലേ, പച്ചയല്ല മഞ്ഞ. ഇത് ബ്രൊക്കേഡ് ബ്ലൗസ്, അതായത് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഉണ്ടോ, ബ്രൊക്കേഡാണ്, ബോർഡറുണ്ട്, സെൽഫ് ഡിസൈനും ഉണ്ട്. പറഞ്ഞൊക്കെ കറക്റ്റാണ്. സാരി ഇത് സാരിക്ക് ഭയങ്കര വെയിറ്റ് ഉള്ളതല്ല, വെയ്റ്റ്ലെസ് ആണ്, ഭയങ്കരമായിട്ട് വെയ്റ്റ്ലെസ് ആണ്. ഞാനിങ്ങനെ പല ലെയറായിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കുന്നതുകൊണ്ട് ഇതിന് ഒത്തിരി വെയിറ്റ് തോന്നുന്നു. ഇതിപ്പം വന്നിട്ട് കളർ കോമ്പിനേഷൻ ഞാൻ പറയും. ഇവിടെ ശരിക്കും പറയാം ഒരു ഗോൾഡിൻ്റെ അത്രയും ഭയങ്കര തെളിമയല്ല, ഒരു മങ്ങിയ ഗോൾഡൻ ഷെയ്ഡാണ് ഇവിടെ. ഈ ഒരു സ്ക്വയർ ഇവിടെ നല്ല എടുത്ത് നിൽക്കുന്ന ബോട്ടിൽ ഗ്രീൻ. ഇങ്ങോട്ട് വരുമ്പോൾ മസ്റ്റാർഡ് യെല്ലോ, ഇവിടെ മാംഗോ യെല്ലോ. എല്ലാ കളറുകളും അവിടെ ഇവിടെ ആയിട്ട് ഇച്ചിരി ഉണ്ട്, പക്ഷേ ഒരു നല്ലൊരു വെറൈറ്റി ലുക്കാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ മൊത്തം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ബോർഡറും യെല്ലോ കളറിലുള്ള ബ്ലൗസും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ ഇനി അതിൻ്റെ കളർ കോമ്പിനേഷൻസ് കാണിക്കാം. ബ്ലൗസ് അത് തന്നെ അല്ലേ. ഇനി അതിൻ്റെ വേറൊരു കോമ്പിനേഷനാണ് ഇത്. കണ്ടോ, പോയി ഇവിടുന്ന് പോയി, കൈവിട്ടുപോയി. ഇതടുത്ത ഷെയ്ഡ്. ഹലോ, ഇതും രണ്ടും കൂടെ നടക്കില്ല കേട്ടോ, ഇതിൽ ഒന്നേ നടക്കുള്ളൂ. ഇതാണ്, ഇത് കയ്യിൽ നിന്ന് പോയി, മൊത്തം പോയി. ഇതാണ് അടുത്ത കളറ്. ഇങ്ങനെ ഒരു പർപ്പിളും ഗ്രീനിൻ്റെ ഷെയ്ഡ്സും ഇവിടേക്ക് ഈ കളറേ വരുമ്പോൾ കണ്ടോ, ഈ കോപ്പർ കറക്റ്റായിട്ട് എടുത്തറിയാം. മറ്റേ മഞ്ഞേ വന്നപ്പോൾ അത്രയ്ക്ക് എടുത്തറിയത്തില്ലായിരുന്നു. ഇതിത്തെ നല്ല ഇതുകൊണ്ട് കോപ്പറിൻ്റെ ഇങ്ങനെ ഒരു സ്ക്വയർ പോകുന്നു, അത് എടുത്തറിയാം. ഇതിൽ മറ്റേ മഞ്ഞ വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്തറിയത്തില്ലായിരുന്നു. ഇത് വന്നിട്ട് മുന്താണി. ബ്ലൗസ് ഇതേ, ഇത് നല്ല വശം ഏതാ, ഇത് 2 വശമായിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല കേട്ടോ. ലൈറ്റായിട്ട് വരുന്നതെന്ന് മതി. നമുക്ക് ആ വീവിങ് തിരിച്ചറിയത്ത പോലുമില്ല. കാരണം ഇത് കണ്ടോ, ഇതാണ് 2 വശമേ. നമുക്ക് ഏത് വശം വേണേലും വിട്ട് തയ്ക്കാം. ഒരു കാരണവശാലും എനിക്കൊന്ന് അങ്ങനെ തന്നെ അവർ വിചാരിച്ച് തന്നെയാണോ ചെയ്തേക്കുന്നത് അറിയത്തില്ല. മറിച്ചിട്ട് ചെയ്താൽ വൃത്തികേടുണ്ടോ. നമ്മുടെ ഒരു മെഹന്തി യെല്ലോയുടെ ഒരു ഷെയ്ഡ് പോലെ തോന്നിക്കും ഇപ്പുറത്ത് വശം ഇട്ടാൽ. ഇവിടെ നിന്ന് നല്ല കോപ്പർ ഷെയ്ഡ്, ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം. പക്ഷേ വീവിങ് ഉള്ളവിടെ വന്നൊന്നും തിരിച്ചറിയത്തില്ല. അങ്ങനെയാണ് അത് വീവ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ലേ, പർപ്പിളും ഗ്രീനും.
അത് മൊത്തം നൂർന്നു പോയി, അതുകൊണ്ടാണ് ദയനീയമായിട്ട് എന്നെ നോക്കുന്നു. ഇവരെ ഇത് കണ്ടോ, ഇത് ഞാൻ കാണിച്ചതല്ലേ ഇതിൻ്റെ ഒരു മടക്കം എങ്ങനെയാണ്. ഇത് അടുത്ത ഷെയ്ഡ് കേട്ടോ, കണ്ടോ. ഇവിടെ റോയൽ ബ്ലൂ, ഇവിടേക്ക് വരുമ്പോൾ റോയൽ ബ്ലൂവിൻ്റെ ലൈറ്റ്, ഇവിടെയോട്ട് വരുമ്പോൾ ഒരു സൈസ് എന്താ കളർ, ഒരു മെറൂണിൻ്റെയോ അല്ലെങ്കിൽ ഒനിയൻ്റെയോ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഈ ഒരു സ്ക്വയർ ബോഡി അങ്ങനെ തന്നെ. മുന്താണി റോയൽ ബ്ലൂ, ബ്ലൗസ് വരുമ്പോൾ അത് തന്നെ എന്നാ പറയണ്ടേ, ആ റോയൽ ബ്ലൂവെ കൂടെ ഇങ്ങനെ ബ്രോക്കേഡുള്ള ബ്ലൗസ് കണ്ടോ. മുമ്പേ കാണിച്ചു തന്നെ, കളറ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബ്ലൗസിൻ്റെ കോമ്പിനേഷനും എല്ലാം അങ്ങനെ തന്നെ. ഇവിടെ പിടിക്കും. അടുത്തത് യെല്ലോയും ഗ്രീനിൻ്റെയും കൂടെ തന്നെ വേറെ ഒരു കോമ്പിനേഷൻ. ഇത് വരുമ്പോൾ ഇച്ചിരി കൂടെ യെല്ലോയുടെ ഇവിടുത്തെ കളറ്, ഇവിടെ ശരിക്കും മസ്റ്റാർഡ് യെല്ലോ, ഇവിടെ ഒരു ഒലീവ് ഗ്രീൻ, ഇവിടെ ബോട്ടിൽ ഗ്രീൻ, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടോ. മുന്താണി ഇത്, മുന്താണി വന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. അടുത്തത് യെല്ലോയ്ക്കാണ് ഇവിടെ ഹൈലൈറ്റ്. എല്ലാ ഇതിനകത്തും യെല്ലോ ഉണ്ട്. അത് വിഷു ആയതുകൊണ്ട് ഇങ്ങനെ യെല്ലോയുടെയാണ് വിവിധ വർണ്ണങ്ങൾ ഇറങ്ങുന്നത്. വിഷുവിന് വേണ്ടി ഇറങ്ങുന്ന സാരികളുടെ കാറ്റഗറി പെട്ടതായതുകൊണ്ടേ വിഷുവിൻ്റെ കണിക്കൊന്നയുടെയൊക്കെ നിറം യെല്ലോ വിത്ത് മെറൂൺ, എല്ലാം ഒരു വെറൈറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ട് മടുത്തതെന്ന് വെച്ച് നോക്കുമ്പോൾ അല്ലേ, ഈ സെമി സിൽക്ക് അങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികൾ വരുമ്പോൾ എല്ലാം നമ്മളൊത്തിരി കണ്ട് മടുത്ത ആ ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെക്ക് ഡിസൈൻ, ചെക്കാണ് ശരിക്കും ചെക്ക് ഡിസൈനാണ്, നല്ലൊരു ഭംഗിയുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ തെളിഞ്ഞ യെല്ലോ, മാംഗോ യെല്ലോ, ബ്ലൗസും മാംഗോ യെല്ലോ തന്നെ. ബ്ലൗസ് വരുമ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റാണ്, മസ്റ്റാർഡ് പോലത്തെ ഷെയ്ഡാണ് ഉണ്ടോ. ഇനി ഒരു റീസ്റ്റോക്ക് സാരിയും കൂടെ കാണിക്കാം. ഇത് നമ്മൾ ഇന്നലെ കാണിച്ച മാംഗോ യെല്ലോയുടെ കളേഴ്സ് വേറെ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് കാണിച്ചതാണ് റീസ്റ്റോക്ക് സാരി, അപ്പോൾ വേറെ കളർ വന്നപ്പോൾ അതങ്ങൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഏതാ, ലാവണ്ടർ ഷെയ്ഡ്, ലാവണ്ടർ വിത്ത് ഉണ്ടോ, ലാവണ്ടർ വിത്ത് പർപ്പിൾ, ലൈറ്റ് ലാവണ്ടറും പർപ്പിളും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്, നല്ലൊരു എടുപ്പുള്ള കോമ്പിനേഷനാണ്. എന്നാ പറയുന്നത്, ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലേ റേറ്റും അത്രയ്ക്കുള്ള റേറ്റ് അല്ലേ ഉള്ളൂ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു മുന്താണി വരും കോപ്പർ ഡിസൈനിൽ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വിത്ത് സെൽഫ് ബുട്ടായ, ഇത്തെ ബുട്ടായ ഉണ്ട്, സെൽഫ് ബുട്ടായാണ്. പിന്നെ ബുട്ടായ ഉണ്ടായേ നിർബന്ധമുള്ളൂ എന്നുള്ളൊരു ഇത് ഇതിനകത്ത് ഈ ബുട്ടായ ഇതിൻ്റെ സെൽഫായിട്ടുള്ള ബുട്ടായ കേട്ടോ. കൈ പക്ഷേ കോപ്പർ ഷെയ്ഡിൽ ബോർഡറുണ്ട്. ഇത് നമ്മളുടെ ഒരു റീസ്റ്റോക്ക് സാരിയാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ പ്രിൻറ്റഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു സെമി കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കാണിച്ചപ്പോൾ ഇത് 2-3 തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നായിരുന്നു. പിന്നത്തെ റീസ്റ്റോക്ക് വന്നപ്പോഴത്തേനും ഞാൻ ഓൺലൈനിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഒത്തിരി പേരല്ലാതെ തന്നെ ഇത് പഴയ വീഡിയോ കണ്ടിട്ട് ചോദിച്ചെടുത്തായിരുന്നു. മുന്താണിയെ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസും ഇരിക്കുന്നത്, അതാ ഒരു കുഴപ്പം കണ്ടോ. വളരെ സുഖപ്രദമായ ഭംഗിയുള്ള മെറ്റീരിയൽ. ഇത് വാങ്ങിച്ചൊരു ഒത്തിരി പേര് എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു. ഈ വിലയ്ക്ക് ഇത് ഒത്തിരി നല്ല സുഖമാണ് വിയർ ചെയ്യാനും. ഫങ്ഷൻ വെയറാണ്, സെമി ഫങ്ഷൻ വെയർ, വലിയ ഹെവി അല്ല, സെമി ഫങ്ഷൻ വെയറായിട്ട് കൊടുക്കാം, ഡെയിലി വെയറായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിന്
രണ്ട് ഡിസൈനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഒരു ഡിസൈനിനകത്ത് ഒരു കളർ മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ. ഷോപ്പിൽ നിന്നും കൂടെ സെയിലുണ്ടായിരുന്നതുകൊണ്ടേ. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇതേ ഇങ്ങനെ, ഇത് വരും ബ്ലൗസ്. നല്ല മസ്റ്റാർഡ് യെല്ലോന്നും മാംഗോ യെല്ലോന്നും, മസ്റ്റാർഡ് യെല്ലോയുടെ ഇച്ചിരി കൂടെ ലൈറ്റാണോ എന്ന് ചോദിച്ചാൽ അത്, മാംഗോ യെല്ലോയുടെ അത്രയും തന്നെ ലൈറ്റാണോ എന്ന് ചോദിച്ചാൽ അത്രയും തന്നെ ലൈറ്റല്ല. അങ്ങനെ ഒരു നല്ലൊരു ഷെയ്ഡ് ഡിസൈൻ ഇങ്ങനെ. ഇതിൻ്റെ മെറ്റീരിയലാണ് ഏറ്റവും ഇതിൻ്റെ സുഖം. നല്ല ചേർന്ന് കിടക്കും, അതായത് നല്ല വിലയുള്ള സാരിയുടെ ഒരു സ്റ്റഫ് പോലെ കേട്ടോ. ഇതേക്കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ട് കേട്ടോ. ലൈൻസ് ഇതൊന്നും ഡാമേജ് അല്ല, ആരോ ഒരാൾ തെറ്റിദ്ധരിച്ച് ഇത് ഡാമേജ്, ഇത് ഇങ്ങനെയുള്ളതാണ് ഈ വീവിങ്ങിൽ കൂടെ. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഈ വീവിങ് പോയി അതിവിടെ വന്നുള്ളതാണ്. ബോഡി ഇതേക്കൂടെ ഇങ്ങനെ ആ വീവിങ് ഉള്ളതാണ് കേട്ടോ. ഇത് ഫുൾ ബോഡിയെ കൂടെ ഉണ്ട്. അത് അതിൻ്റെ ഒരു സ്റ്റൈൽ പോലെ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ലൈൻസ് വീവ് ചെയ്തെടുത്തേക്കുന്ന ഈ ബോഡി ചുമ്മാ പ്ലെയിൻ അല്ലാതെ ഇങ്ങനെ ചെറിയ ലൈൻസ്. പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല, എന്നാലും അതൊരു ഭംഗിയുള്ള ഒരു സ്റ്റഫാക്കി അതിനെ മാറ്റും. ഇതതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ടോ, ബോട്ടിൽ ഗ്രീൻ. സെയിം ഡിസൈൻ, ബോട്ടിൽ ഗ്രീൻ. ആ ഡിസൈൻ തന്നെ ആ ഡിസൈൻ വേറെ. ബോട്ടിൽ ഗ്രീൻ അത്രയ്ക്ക് പറയാൻ പറ്റത്തില്ല. ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ. കറക്റ്റ് ബോട്ടിൽ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയുന്നത്. ഇച്ചിരി കൂടി ഒരു ഡാർക്ക്നെസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ, അറിയത്തില്ല. ബ്ലൗസ് വന്നിട്ട് ഇത് സാരി വ്യത്യാസമൊന്നുമില്ല, സെയിം മുമ്പേ കാണിച്ചത് തന്നെ സാരി. മുന്താണിയും എല്ലാം മുന്താണി ഇങ്ങനെ മുമ്പേ കാണിച്ചത് തന്നെ. കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൗസ് ഇത് അതിൻ്റെ നേവി ബ്ലൂ കണ്ടോ. ഇവിടെ ഒരു ഇപ്പം ഗോൾഡനും അല്ല സിൽവറും അല്ലാത്ത ഒരു സെറിയാണ് പോയിരിക്കുന്ന ബോർഡറായിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന കളറുമായിട്ട് ആ ഒരു കോമ്പിനേഷൻ വന്നിട്ടാണ് ഇവിടുത്തെ ഒരു നിറം വരുന്നത്, ആ ഒരു ബോർഡറിൻ്റെ. ബ്ലൗസ് ഇത് സെയിം. ഇനി വേറെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ. ഇതിനൊറ്റ കളറേ ഉള്ളൂ, ബാക്കി തീർന്നു പോയി. പിന്നെ ഇതിങ്ങനെ ഒത്തിരി പേര് ഇപ്പോഴും പഴയ വീഡിയോ, പഴയെന്നല്ല ഒരു മാസമായിട്ടുള്ളതെന്ന് തോന്നുന്നു, കഴിഞ്ഞ മാസം ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനിതൊന്ന് കാണിച്ചതേ ഉള്ളൂ റീസ്റ്റോക്ക് വന്നപ്പോഴേ. ഇതിൻ്റെ ഡിസൈൻ വേറെ. ഇതിപ്പോൾ വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡ്. ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻസാണ് പോയിരിക്കുന്നത്. ഈ സാരി ഇഷ്ടപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെ മുന്താണിക്കൊരു വ്യത്യാസമുണ്ടേ. എൻ്റെ മുന്താണി ഇതേ ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനൊരു മുന്താണിയാണ്. മറ്റേത് ഇങ്ങനെ ലൈൻ പോലെ ആയിരുന്നു, ഇതങ്ങനെയല്ല. ഇങ്ങനൊരു മുന്താണി, ഇങ്ങനൊരു ബ്ലൗസിൻ്റെ ഭാഗം. സാരിയുടെ ഭാഗം വരുമ്പോൾ നമുക്ക് സെമി ടസർ സാരി കാണാം. സെമി ടസർ കാണിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, സെമി ടസർ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഇതുവരെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ടസറിൻ്റെ നല്ല ഫീൽ തരുന്ന സ്റ്റഫാണ്. സെമി ടസർ എന്ന് പറഞ്ഞു വന്നാലും എല്ലാത്തിനും ഒന്നും ഒരു ടസറിൻ്റെ ആ ഒരു, ഇപ്പോൾ ദേസി ടസറൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പടുപടുപ്പില്ല എല്ലാ സെമി ടസറിനും. പക്ഷേ ഇത് നല്ലൊരു ടസറിൻ്റെ നല്ല ഒരു ആ പേപ്പർ പോലുള്ളൊരു ഫീല് തോന്നും. എന്നിട്ട് ഇതിൽ കൂടെ ഒരു സിൽവർ വീവിങ് ആണ്, പ്രിൻ്റ് അല്ല, ഫുള്ള് വീവിങ്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. കളറിന് ഭയങ്കര കളറെടുപ്പില്ല, പക്ഷെ നല്ല ലുക്ക് തരുന്ന കളറുകൾ. പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാവർക്കും ആപ്റ്റായിട്ടുള്ള കളറാണല്ലോ, ഏത് കളർ ടോണിലുള്ളവർക്കും ആപ്റ്റായിട്ടുള്ള കളറാണല്ലോ. ഇതിപ്പോൾ പിസ്ത ഗ്രീൻ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് പ്ലെയിൻ കണ്ടോ, പ്ലെയിൻ ടസറിൻ്റെ ബ്ലൗസ്. ബോഡിക്ക് പ്രിൻ്റ് ഉണ്ട്, ഒരു സിൽവർ ഡിസൈൻ പോലെ. ഇങ്ങനെ സിക്സാഗ് എന്ന് പറയാൻ പറ്റുമോ? സിക്സാഗ് ചെരിച്ച് ചെയ്തിരിക്കുന്ന പോലെ, നേരെയല്ല ചെരിച്ച് ചെയ്തിരിക്കുന്ന പോലെ അല്ലേ. സ്വപ്നലോകത്തേക്കോ അല്ല, ആണോ? അല്ലേ? അല്ല, സ്വന്തമായിട്ട് അഭിപ്രായമില്ല. ഞാനാണെന്ന് പറഞ്ഞാൽ ആണെന്ന് പറയും, അല്ലെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറയും. ഞാനും ഉറക്കം തൂങ്ങിയാണ് നിൽക്കുന്നത്. ഇവരുറക്കം തൂങ്ങി മുന്നേ നിൽക്കുമ്പം
നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടുവായിട്ട് ഇറക്കി വിടും മിസ്സ്. എന്നാന്ന് ചോദിച്ചാൽ എന്നാണെന്നറിയോ, എല്ലാവരും ഒരാൾ വാ വിളിച്ചാൽ മതി, അപ്പോൾ എല്ലാവരും വാ വിളിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ഒരു പകരുന്നൊരു, നമ്മുടെ അടുത്തിരിക്കുന്ന ആളിങ്ങനെ എനർജി ഒന്നും ഇല്ലാതെ കുറേ നേരം നമ്മൾ എത്ര എനർജറ്റിക് ആയിട്ടിരുന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളും പിന്നെ ഒരു തൂങ്ങി ഒരു ഇതിലേക്ക് വരും അല്ലേ. അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേറെ ആരെങ്കിലും വരണം. നമ്മൾ രണ്ടുപേരേ ഉള്ളെങ്കിലേ എന്ന് പറഞ്ഞാലേ ഇവരെല്ലാം ഇങ്ങനെ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ പിന്നെ എന്നെ ഇവിടെ കിടന്ന് കസരത്ത് കാണിക്കാൻ ഇച്ചിരി ബൂസ്റ്റ് കലക്കി തരട്ടെ. ഇത് എന്താ കളർന്ന് ചോദിച്ചാലല്ലേ, ഒനിയൻ്റെ ഒരു ഷെയ്ഡാട്ടോ, നല്ലൊരു ഷെയ്ഡല്ലേ ഒനിയൻ്റെ ഒരു ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഇങ്ങനെ സിൽവർ ഇത് പോന്നു. ഇത് ഞാൻ നിവർത്തി കാണിക്കുക ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിവർത്തി കാണിക്കാത്തത്. കണ്ടോ അടിപൊളിയാ. എന്താണ് ഇങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാം, ഏത് കളറിലുള്ളവർക്കും ഇടാം. ബ്ലൗസ് ഇത് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. കണ്ടോ നല്ലല്ലേ, നല്ല കളർ തോന്നിക്കും കേട്ടോ. ഏത് കളറുള്ളവർക്കും, ഏത് കളർ കുറഞ്ഞവർക്കും, കളർ കൂടിയവർക്കും, ഒരു കളർ കുറഞ്ഞവർക്ക് കളർ തോന്നിക്കും, കളർ കൂടിയവർക്ക് ഒന്നും കൂടെ കളർ തോന്നും. അങ്ങനത്തെ ഷെയ്ഡുമാണ്, അങ്ങനത്തെ വീവിങ്ങുമാണ്, അങ്ങനത്തെ ഡിസൈനുമാണ്. പിന്നെ വണ്ണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്, വണ്ണം ഉള്ളവർക്കും ചേരും വണ്ണം ഇല്ലാത്തവർക്കും ചേരും, അങ്ങനത്തെ ഡിസൈനാണ്. എന്താണ് ഇതേ ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് പോലെ. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ഇത് സെയിം പ്ലെയിൻ വൈറ്റ് ബ്ലൗസൊക്കെ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ. അത്ര ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര ഡാർക്ക് അല്ലല്ലോ വൈറ്റും കൂടി ഇടുമ്പം. ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡല്ലേ. ലാവണ്ടർ നല്ല തെളിമയുള്ള കളറല്ലേ, നല്ല ഈ കളറിലോട്ട്, ഈ ചില യെല്ലോ കളറിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു എനർജി തോന്നുമല്ലേ. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ സിൽവറേ എനർജി കിട്ടാൻ വേണ്ടിയാണ് ഇത്തരോട്ടി. അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. ബ്ലൗസ് പ്ലെയിൻ. ഇത് കണ്ടോ ഇങ്ങനത്തെ കളറൊക്കെ ഇടണം ശരിക്കും. ഞാനാണെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്, കാരണം വേറൊന്നും കൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ കളറിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, കണ്ടാലല്ല ഭംഗി, ഉടുത്ത് കഴിയുമ്പം ഒരു വേറൊരു ലുക്കാണ്. നല്ല സൗമ്യം, ദീപ്തം, ശാന്തം, പക്ഷെ കുലീനം. എന്താ കളർന്ന് പറഞ്ഞാൽ ബേജ് കളർ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇതേക്കൂടെ സിൽവർ ഡിസൈൻ. ഇത് വന്നിട്ട് മുന്താണി. എല്ലാവർക്കും ആ കളർ ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ ഇത് ബ്ലൗസ് പ്ലെയിൻ. അയ്യോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല. രണ്ട് കാര്യം ഞാൻ ഇനി കുറച്ച് ദിവസത്തിന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയും, നമുക്ക് ബുക്ക് ചെയ്തു വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ആവില്ല. ക്യാഷ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ ബുക്കിംഗ് ആകത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒത്തിരി പലരെ നമുക്ക് 4-5 സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് അയ്യോ എനിക്കല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് ഒരെണ്ണം മതിയെന്ന് പറയും. അപ്പം അത്രയും സമയത്തിനുള്ളിൽ 4 സാരി ചോദിച്ചവരോട് നമ്മൾ ഇല്ലെന്നായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക്, ലാസ്റ്റ് പീസയിലൊക്കെ വരുമ്പോഴേ അത് നമ്മളെ സംബന്ധിച്ച് നഷ്ടമായതുകൊണ്ട് ഒരു കാരണവശാലും ക്യാഷ് അടയ്ക്കാതെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കത്തില്ല. നിങ്ങൾക്കിനി എനിക്ക് ചിലർ പറയും എനിക്കിപ്പം ജോലി തിരക്കാം, ഞാൻ കുറച്ച് പക്ഷെ കാണത്തില്ല. ചിലരുണ്ട് കേട്ടോ, കൃത്യമായിട്ട് വന്ന് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മളുടെ ഒരു പോളിസി അനുസരിച്ച് നമ്മൾ ക്യാഷ് അടയ്ക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. വേറൊരാൾ വന്ന് ക്യാഷ് അടച്ച് അത് ബുക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മളോട് പിണങ്ങരുത്. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കണ്ടേ, അതുകൊണ്ടാണ്. ഇത് കുറേ അനുഭവങ്ങളെയും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല ബുക്കിങ്. അങ്ങനെ നിങ്ങൾ ഒത്തിരി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലർ ഈ കോൾ മാത്രമേ ചെയ്യുള്ളൂ, കോൾ വഴി ബുക്കിംഗ് ഇല്ല. നമ്മൾ ഒരു കോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 10 മെസ്സേജിന് റിപ്ലൈ അയക്കാനുള്ള ടൈമാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെയാണ് കോൾ വഴി ഇല്ലാത്തത്. വാട്സപ്പിൽ ഈ സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്യണം. ഇസബെല്ല കുട്ടീന്നോ ഇസബെല്ല മോളെന്നൊക്കെ സേവ് ചെയ്തോ. എന്നിട്ട്
ഇസബെല്ലയുടെ GPay നമ്പരും കൂടെ വേറെ ഇസബെല്ല GPayയും ചെയ്യണം. എന്ന് വെച്ചാൽ ഇസബെല്ലയുടെ GPay നമ്പറിലേക്ക് മെസ്സേജ് വരുമ്പോൾ എനിക്കാണ് വരുന്നത്. എന്നോട് വന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കും. ഞാനത് കാണുമെന്ന് തന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേനും സാരിയും പോകും, അതിൻ്റെ അപ്പുറം പോയി ഞാൻ അന്വേഷിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴത്തേനും. അതുകൊണ്ട് ഓർഡർ എടുക്കുന്ന നമ്പർ മറ്റേ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് വെച്ച് മെസ്സേജ് അയക്കണേ കേട്ടോ. വലിയ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പഠിപ്പിക്കുമല്ല. അങ്ങനെയൊന്നും ആരും ചിന്തിച്ച് കളയരുത്. ചിലർ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അതും കൊണ്ടല്ല, നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴും പലരും പരാതി പറയുന്നുണ്ട്, എന്ന് ഞാൻ ചോദിച്ചു പിടിച്ചു വരുമ്പോഴത്തേനും എല്ലാം തീർന്നു പോകുന്നു. അതിന് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വേഗം വേഗം ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.